ജഗന്നാഥ ഭഗവാന്റെ വിഗ്രഹം മറ്റു ദേവന്മാരുടേതിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യാസമായിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? പൂർണ്ണമല്ലാത്ത കൈകളും കാലുകളും വലിയ കണ്ണുകളുമുള്ള ഈ രൂപം വെറുമൊരു ശില്പമല്ല, സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ദിവ്യ രഹസ്യം നിറഞ്ഞ രൂപമാണ്. ദ്വാരകാ രാജ്യം കടലിൽ മുങ്ങിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഹൃദയം നീലമണി രൂപത്തിൽ ഭൂമിയിൽ നിലനിന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒറീസയിലെ രാജാവായ ഇന്ദ്രദ്യുമ്നന് സ്വപ്നത്തിൽ ദർശനം ലഭിച്ചു. ഭഗവാൻ തന്റെ ഹൃദയം കണ്ടെത്തി ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. രാജാവ് കടലിൽ നിന്ന് ഒരു ദിവ്യ മരത്തടി കണ്ടെത്തി. അപ്പോൾ ഒരു വൃദ്ധനായ മരപ്പണിക്കാരൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിക്കാൻ തയ്യാറായി. ഒരു നിബന്ധന മാത്രം, 21 ദിവസം ആരും വാതിൽ തുറക്കാൻ പാടില്ല. പക്ഷേ 15-ാം ദിവസം രാജാവ് ആകാംക്ഷയോടെ വാതിൽ തുറന്നു. മരപ്പണിക്കാരൻ അപ്രത്യക്ഷനായിരുന്നു. അവിടെ കൈകളും കാലുകളും പൂർണ്ണമല്ലാത്ത വലിയ കണ്ണുകളുമുള്ള ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു. രാജാവ് പരിഭ്രാന്തനായി. ഞാൻ തെറ്റ് ചെയ്തോ? ആ സമയം അവിടെ ഒരു അശരീരി മുഴങ്ങി. രാജാവേ, നീ സമയത്തിന് മുമ്പേ വാതിൽ തുറന്നു. എന്നാൽ ഈ അപൂർണമായ രൂപമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതാണ് എന്റെ ലീല. ഈ രൂപത്തിലാണ് ഞാൻ ഈ യുഗത്തിൽ പൂജിക്കപ്പെടുന്നത്. അന്നു മുതൽ പുരിയിൽ ഭഗവാൻ ജഗന്നാഥിന്റെ ഈ അപൂർണമെന്ന് തോന്നിക്കുന്ന രൂപമാണ് ആരാധിക്കപ്പെടുന്നത്. എല്ലാ വർഷവും ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ രഥയാത്ര നടക്കുന്നു. അവിടെ ഭഗവാൻ നേരിട്ട് രഥത്തിൽ കയറി തന്റെ ഭക്തരുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇത്ര വലുതാണെന്ന് പറയുന്നത് അദ്ദേഹം ഓരോ ജീവിജാലങ്ങളെയും നോക്കുന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അപൂർണമായ കൈകൾ ഓരോ ഭക്തനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്താനാണ്. കാലുകളില്ലാത്തതിന്റെ അർത്ഥം അദ്ദേഹം അപൂർണനാണെന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അസ്തിത്വം എല്ലാ ദിശകളിലും വ്യാപിച്ചിരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ജഗന്നാഥൻ അപൂർണനായി തോന്നാമെങ്കിലും അദ്ദേഹം പൂർണ്ണനാണ്. അദ്ദേഹത്തിന്റെ ഈ രൂപം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണത നമ്മുടെ കണ്ണുകളാലല്ല, മറിച്ച് വിശ്വാസത്തിലൂടെയാണ് കാണേണ്ടത്. ജഗന്നാഥ ഭഗവാന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ജഗന്നാഥ്, ജയ് ശ്രീ രാധാകൃഷ്ണ, രാധേ രാധേ.